ഹായ്, ഇതൊരു കുഞ്ഞ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. ഈ ടെക്നിക്ക് മുന്നേ അറിയുന്നവരുണ്ടായിരിക്കും, എങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിക്കോട്ടെ. അപ്പോൾ ഇത് ഇന്നലെ അംഗനവാടിയിൽ നിന്ന് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയ സ്ലേറ്റ് ആണ് കേട്ടോ. അവിടുത്തെ ആ ഏരിയയിലുള്ള കുടുംബശ്രീയിലുള്ള അമ്മമാർ കൂടിയിട്ട് കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് സ്ലേറ്റും സ്ലേറ്റ് പെൻസിലും കളർ ബുക്കും ക്രയോൺസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ വരുന്നത് സ്ലേറ്റാണിത്. ഇത് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള ഒരു രൂപമാണ് സ്ലേറ്റിൻ്റെ. എൻ്റെ മോൾ അംഗനവാടിയിൽ നിന്ന് സ്ലേറ്റ് എങ്ങനെയാണ് കൊണ്ടുവന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അംഗനവാടിയിൽ നിന്ന് തിരിച്ചെത്തിയ സ്ലേറ്റ്. ഞാൻ വിചാരിച്ചത് സ്ലേറ്റിലിരുന്ന പെൻസിൽ ഉണ്ടാവുമല്ലോ, കളർ പെൻസിൽസ്, അത് വെച്ചിട്ട് വരച്ചതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ തുണി വെച്ച് വാങ്ങിച്ചു നോക്കിയപ്പോൾ ഇത് മായുന്നേ ഇല്ല. അപ്പോഴാണ് മനസ്സിലായത് ഇത് ക്രയോൺസ് വെച്ചിട്ടാണ് വരച്ചതെന്ന്. ഇതെന്തായാലും അവൾ ഒറ്റയ്ക്ക് വരച്ചതല്ല. ഒക്കെ ഇങ്ങനെ വരക്കാനൊന്നും അറിയില്ല, ജസ്റ്റ് ഇങ്ങനെ പെൻസിൽ കൊണ്ട് കുത്തി വരക്കാൻ മാത്രമേ അറിയൂ. അപ്പോൾ അവളെ ഫ്രണ്ട്സൊക്കെ കൂടി വരച്ചതായിരിക്കും ഇത്. നമുക്ക് അംഗനവാടിയിൽ നിന്ന് ആദ്യമായിട്ട് കിട്ടിയ ഗിഫ്റ്റാണല്ലോ. അപ്പോൾ ഇങ്ങനെ ആയിപ്പോയാൽ എനിക്ക് ആകെ ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഇതിനി എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുന്നു ഞാൻ കുറേ ആലോചിച്ചു. നനഞ്ഞ തുണി കൊണ്ടും കുറേ ഞാൻ വായിച്ചു നോക്കി. നനഞ്ഞ തുണി വെച്ചിട്ട് ഒരു രക്ഷയില്ല. പിന്നെ ഡിഷ് വാഷർ വെച്ചിട്ട് കുറേ സ്ക്രബ് ചെയ്ത് നോക്കി. ഇങ്ങനെ സ്ക്രബ് ചെയ്യാനല്ലാണ്ട് ഈ കളർ ഇങ്ങനെ പോകുന്നേ ഉണ്ടായിരുന്നില്ല. എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ലാണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞ് ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ അവളെനിക്കൊരു ഐഡിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ആദ്യം ഒരു ടവലെടുത്തു, ഒരു കുറച്ച് കോക്കനട്ട് ഓയിൽ ജസ്റ്റ് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് മയച്ചു നോക്കി സ്ലേറ്റിൽ വെച്ചിട്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഇളകുന്ന പോലെ തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സ്ലേറ്റിൽ വരച്ച ഭാഗത്തായിട്ട് ഈ കോക്കനട്ട് ഓയിൽ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ തുണി വെച്ചിട്ട് നന്നായിട്ട് റബ്ബ് ചെയ്ത് നോക്കി. മെല്ലെയൊന്നും ചെയ്താൽ പോലെ നന്നായിട്ട് റബ്ബ് ചെയ്തപ്പോൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. ഫുള്ളായിട്ട് പോകുന്നില്ലെങ്കിലും കുറേയൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി. പിന്നെ സ്ലേറ്റിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ല, 2 ഭാഗത്തും വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ഒരുവിധം പോയി. പിന്നെ ഇത് എണ്ണയാണല്ലോ, എണ്ണയാകുമ്പോൾ പിന്നെ പെൻസിൽ കൊണ്ട് എഴുതുമ്പോൾ തീരെ ക്ലിയർ ആവില്ല ഈ എഴുതുന്ന കാര്യമൊന്നും. അപ്പോൾ കുറേ ഞാൻ 2 ഭാഗവും നന്നായിട്ട് സ്ക്രബ് ചെയ്തതിന് ശേഷം പിന്നെയും ഡിഷ് വാഷർ ചെയ്ത് മൊത്തം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് സ്ക്രബ് ചെയ്തിട്ട്. അപ്പോൾ ക്ലീൻ ചെയ്തപ്പോൾ പിന്നെ എല്ലാം പോയി നല്ല ക്ലിയറായി. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിൽ എഴുത്ത് വരുമെന്നൊന്നും അറിയില്ലല്ലോ. പിന്നെ ഞാൻ പെൻസിൽ വെച്ച് എഴുതി നോക്കിയപ്പോൾ ഓക്കെയാണ്, എഴുതുന്ന കാര്യമൊക്കെ ക്ലിയറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ക്ലിയറായപ്പോൾ എനിക്ക് നല്ല സമാധാനമായി. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടാറ്റാ, ബൈ.